പ്രതിസന്ധി ഒഴിയാതെ ചെറുകിട വസ്ത്ര വ്യാപാരികൾ ഇ-കൊമേഴ്സ് കമ്പനികളുടെ കടന്നുവരവും വർദ്ധിച്ച ചെലവും ഉൾപ്പെടെ താങ്ങാൻ കഴിയാത്തതിനാൽ തലശ്ശേരി മേഖലയിൽ നിരവധി സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. കോവിഡ് പ്രതിസന്ധി ഇന്നും ചെറുകിട വസ്ത്രവ്യാപാരികളെ വിട്ടൊഴിഞ്ഞിട്ടില്ല. ഇതോടൊപ്പം ഓരോ ദിനവും പുതിയ ഇ-കൊമേഴ്സ് കമ്പനികളുടെ കടന്നുവരവും ഇവരെ കടുത്ത പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിടുന്നത്. കുറഞ്ഞ നിരക്കിൽ ഓൺലൈനിലൂടെ വസ്ത്രങ്ങളും മറ്റും വീട്ടുപടിക്കൽ എത്തുമെന്നതിനാൽ ഉപഭോക്താക്കൾ കൂടുതലായും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെയാണ് ആശ്രയിക്കുന്നത്. ഇത്തരത്തിൽ ലഭിക്കുന്ന വസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ പലപ്പോഴും കഴിയാറില്ല. ഒപ്പം പണം കേരളത്തിലോ ഇന്ത്യയിലോ പോലും ക്രയവിക്രയം നടത്താതെ വിദേശത്തും മറ്റുമുള്ള കുത്തക കമ്പനികളിലേക്കാണ് എത്തുന്നത്. ഇത് സമ്പദ് വ്യവസ്ഥയെയും ഏറെ ബാധിക്കുന്നുണ്ട്. നികുതിയും മറ്റുമടച്ച തൊഴിൽ സ്ഥാപനങ്ങൾ നടത്തുന്ന ചെറുകിട കച്ചവട സ്ഥാപനങ്ങളിൽ തുണിത്തരങ്ങൾ കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ്. വിലയിൽ അല്പം വ്യത്യാസമുണ്ടെങ്കിലും തുണിത്തരങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തി ചെറുകിട വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് നേരിട്ട് കണ്ട് ഇഷ്ടാനുസരണം സാധനങ്ങൾ വാങ്ങിക്കാൻ സാധിക്കും. എന്നാൽ ഇന്ന് ആഴ്ചയിൽ 1-2 കച്ചവടം നടന്നാൽ ആയി എന്ന സ്ഥിതിയാണെന്നാണ് വ്യാപാരികൾ പറയുന്നത്. സീസൺ സമയങ്ങളിൽ പോലും കച്ചവടം നന്ദി കുറവാണെന്നും ഇവർ പറയുന്നു. ഇപ്പം നമ്മൾ കച്ചവടം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് തീരെയില്ല. കോവിഡ് വന്നതിന് ശേഷം വളരെ മോശം. കോവിഡിന് മുന്നേ ആണെങ്കിൽ നല്ല രീതിയിൽ പോയോട് വന്നതിന് ഇപ്പം എന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ ഇങ്ങനെയുള്ള ഓരോ ഇതും വന്നതോടുകൂടിയിട്ട് നമ്മളാകെ കച്ചവടക്കാരെല്ലാം റെഡിമെയ്ഡ് മേഖലയിൽ എല്ലാവരും മൊത്തം അടങ്ങാറായിട്ടുള്ളത്. ഇങ്ങനെ നല്ല ഓണം വിഷു ഇങ്ങനെ വരുന്നവരും എല്ലാം കുറവായിട്ടുള്ളത്. കച്ചവടം എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. സാധനം ഇങ്ങനെ വാങ്ങി ഇടല്ലാണ്ട് വേറൊരു കച്ചവടമൊന്നുമില്ല. തലശ്ശേരി മേഖലയിൽ തന്നെ നിരവധി ചെറുകിട വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളാണ് പ്രതിസന്ധി മൂലം കച്ചവടം ഒഴിവാക്കി പോകേണ്ടി വന്നത്. സ്ഥാപനങ്ങളെ സംരക്ഷിക്കാൻ ആവശ്യമായ യാതൊരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ഓൺലൈൻ വ്യാപാരത്തിന് സെസ് ഏർപ്പെടുത്തിയാൽ ഒരു പരിധിവരെയെങ്കിലും ചെറുകിട വ്യാപാര മേഖലയ്ക്ക് കരകയറാൻ സാധിക്കുമെന്നാണ് ഇവർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.